പഴയ പ്രിന്റ് അല്ലേ, റീമാസ്റ്റർ ചെയ്തപ്പോൾ പോയിട്ടുണ്ടാവും. ബ്രോ ഒരു ഫസ്റ്റ് ടൈം ഞാൻ കണ്ടിട്ടില്ല, ഫ്രഷ് ആയിട്ട് കാണണേ. കൊള്ളാം. 33 വർഷം കഴിഞ്ഞ് കാണാൻ അടിപൊളിയുണ്ട്. കുഴപ്പമില്ല. അടിപൊളിയായിരുന്നു ബ്രോ. റീമാസ്റ്ററിങ് വലിയ ഇതായിട്ട് തോന്നിയില്ല, നല്ല ക്ലിയർ ഉണ്ടായിരുന്നു, വലിയതായിട്ട് വ്യത്യാസമില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു. ചെറിയ അത്രയ്ക്കും 4K ആയിട്ട് തോന്നിയില്ല, പക്ഷെ കുഴപ്പമില്ല, കണ്ടിട്ടുണ്ടതിന് മുമ്പ്. തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ്. രസമുണ്ടായിരുന്നു. ഒരു മ്യൂസിക് സൗണ്ട് നേരെ ഒന്നും ഇല്ലായിരുന്നു. പഴയ പ്രിന്റ് അല്ലേ, റീമാസ്റ്റർ ചെയ്തപ്പോൾ പോയിട്ടുണ്ടാവും. പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നും കൂടെ കാണണമെന്നൊരു ആഗ്രഹം, അത്രേ ഉള്ളൂ. நல்லா இருந்தது கொள்ளலாம். பழைய நாஸ்டாலஜிக் இது நல்லா இருக்குது. இளையராஜாவோட பேக்ரவுண்டு எல்லாமே நல்லா இருக்குது. ஃபஸ்ட் டைம் பார்க்குறேன். டிவி 2-3 வாட்டி பார்த்துருக்கு. இப்போ இது ஃபஸ்ட் டைம் தேட்டரில் பார்க்குறது. தேட்டர் எக்ஸ்பீரியன்ஸ் நல்லா இருக்கும். நல்லா இருக்குது, பரவாயில்ல, ரொம்ப സന്തോഷം, நல்லா இருக்குது. 13 മിനിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പടം കാണുന്നത്. ഫ്രഷാണ്, ഇന്നേരെ പടം കണ്ടിട്ടേ ഇല്ല. കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ കുറേയൊക്കെ ഇപ്പോഴത്തെ കുറേ ഇത് വെച്ച് നോക്കിയപ്പോൾ ഒരു സെൻറ്റി ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് പാസം സെൻറ്റിയൊക്കെ. ഇപ്പോൾ ഞാൻ ഫ്രഷായിട്ട് ഞാൻ ഇന്ന് കണ്ടിട്ടില്ല. ആകെ ആ പാട്ടേക്കാനാണ് വന്നത്. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇത് ഫുള്ള് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് റീമാസ്റ്റർ ചെയ്ത്. പിന്നെ ഓഡിയോ റീമാസ്റ്റർ ആയിട്ടില്ല. ഇത് റീമാസ്റ്റേഡ് അല്ല, വലിച്ചു കീട്ടി കൊള്ളാം. ഫീലിങ്സായിട്ട് പറയാനൊന്നുമില്ല ബ്രോ, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സാധാ പടം കാണുന്ന പോലെയാണ് ഫ്രഷായിട്ട് കണ്ടത്. ഓക്കെ. ബ്രോ ഒരു ഫസ്റ്റ് ടൈം ഞാൻ കണ്ടിട്ടില്ല, ഫ്രഷായിട്ട് കാണണേ. കാരണം ഞാൻ പല പടങ്ങളും ഇപ്പോൾ ഇറങ്ങി ഒരു പടം കണ്ടു, അതുപോലെ ഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ 2024 കാണുമ്പോൾ നമ്മളീ പറയണ പോലെ പാസം അത് ഇത് ഒരു പിന്നെ എപ്പോഴും ഈ നൻപൻ ആ ഒരു ഇതുപോലെ ഇപ്പോഴത്തെ ഇത് കാണുമ്പോഴേ എന്താ കൊള്ളാം പടം വെച്ച്.